قُلْ يَا أَهْلَ الْكِتَابِ تَعَالَوْا إِلَى كَلِمَةٍ سَوَاءٍ بَيْنَنَا وَبَيْنَكُمْ أَلَّا نَعْبُدَ إِلَّا اللَّهَ وَلَا نُشْرِكَ بِهِ شَيْئًا وَلَا يَتَّخِذَ بَعْضُنَا بَعْضًا أَرْبَابًا مِّن دُونِ اللَّهِ فَإِن تَوَلَّوْا فَقُولُوا اشْهَدُوا بِأَنَّا مُسْلِمُونَ. ആദ്യമായിട്ട് ബൈബിളിൻ്റെ വിശദീകരണം നൽകിയ സുഹൃത്തുക്കളോട് ചർച്ച തുടരാൻ അപേക്ഷിക്കുന്നു. 15 minutes. 15 നിമിഷം കൊണ്ട് പറയാവുന്നതെല്ലാം പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്നും വിടാതെ മാറി മാറി പറയാം എന്ന് തന്നെയാണ് കരുതുന്നത്. നിങ്ങളുടെ ക്ഷമയ്ക്ക് നന്ദി പറയുന്നു. വേദപുസ്തകം എന്തുകൊണ്ട് 4 സുവിശേഷങ്ങൾ കുറിച്ചു എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണല്ലോ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ഒറ്റ വാചകത്തിൽ അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഒരു സംഭവം ഉണ്ടായാൽ 4 പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് 4 വ്യക്തികൾ ഫോട്ടോഗ്രാഫി എടുത്താൽ എങ്ങനെ ഇരിക്കുമോ, ആ ചിത്രം മനുഷ്യന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ 4 സുവിശേഷങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ വേദപുസ്തകത്തിന്റെ ദൈവികതയുടെ തെളിവാണെന്ന് ആവർത്തിച്ച് ഞാൻ പറയുന്നതിന് കാരണം, അത് കൃത്രിമമായിട്ട് പടച്ചുണ്ടാക്കിയ ഒരു പുസ്തകമായിരുന്നെങ്കിൽ ഒന്നേ ആവശ്യമുള്ളൂ. ഒന്നിലധികം പുസ്തകങ്ങൾ ഉണ്ടാക്കി ഇത്രയും ബുദ്ധിമുട്ട് അക്ബർ സാഹിബിനെ പോലുള്ളവർക്ക് പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ കാലാകാലങ്ങളിലായി, നൂറ്റാണ്ടുകളിലായി ദൈവം അനുവദിച്ച ഈ 4 വ്യത്യസ്ത ചിത്രങ്ങൾ നാം ഇവിടെ കാണുകയാണ്. അദ്ദേഹം പിന്നെയും ആവർത്തിച്ച് ചോദിച്ചത്, ഒരു സ്ഥലത്ത് കരഞ്ഞു എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് കരഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ലെന്ന് ഞാൻ കരുതുകയാണ്. അത് രണ്ടും ശരിയാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തു കരയുക ചെയ്തു എന്ന് വിചാരിച്ച് കുരിശിക്കപ്പെട്ടുകൊണ്ടിരുന്ന യേശുക്രിസ്തുവിന്റെ എല്ലാ വാക്കുകളും, എല്ലാ കരച്ചിലുകളും ഈ 4 പുസ്തകങ്ങളിലും എഴുതിപ്പെട്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അതും തെറ്റാണ്. യേശുക്രിസ്തു കുരിശിൽ ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന സർവ്വ സംഭവങ്ങളും, സർവ്വ വാക്കുകളും, എല്ലാ കരച്ചിലുകളും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അത് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, എഴുത്തുകാർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമായ ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കുവാൻ വേണ്ട, പാപിയായ ഒരു മനുഷ്യന് തന്റെ പാപത്തിന്റെ പരിഹാരമായ യേശുക്രിസ്തു സഹിച്ച യാതനയുടെ ആഴം മനസ്സിലാക്കത്തക്ക വിധം അതെത്രമാത്രം വ്യക്തമാക്കാമോ, അതെത്രമാത്രം വ്യക്തമാക്കേണ്ട ആവശ്യമുണ്ടോ, അത്രയും വ്യക്തമായിട്ട് ദൈവം നമുക്ക് ഈ 4 സുവിശേഷങ്ങളിലൂടെ അതിന്റെ ചിത്രം വരച്ചു നൽകിയിരിക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ വംശാവലിയെ കുറിച്ച് പറയുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ യാക്കോബ് യോസേഫിന്റെ അപ്പനാണ് എന്ന് ഞങ്ങൾ വ്യക്തമാക്കി. അതിനുള്ള കാരണങ്ങളും ഞങ്ങൾ നിരത്തുകയുണ്ടായി. ഒന്നാമതായി, മത്തായിയിൽ ജനിപ്പിച്ചു എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ലൂക്കോസിൽ യോസേഫുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ ജനിപ്പിച്ചു എന്ന പദം ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെ ഇതിന്റെ ഒരു തെളിവായിട്ട് മനസ്സിലാക്കാൻ കഴിയും. യോസേഫിന് മാത്രം ദി എന്ന് പറയുന്ന ആ പദപ്രയോഗം ഞാൻ നേരത്തെ പറയുകയുണ്ടായത് വീണ്ടും ആവർത്തിക്കുകയാണ്. അത് ശ്രദ്ധിക്കാതെ വിടുന്നതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടി വരികയാണ്. ദി എന്ന പദപ്രയോഗം യോസേഫിന് മാത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതിലൂടെ യോസേഫിന്റെ പിതാവിന്റെ പേര് ഹേലി എന്ന് പറയുന്ന സ്ഥലത്ത് വ്യത്യസ്തമായ ഒരു ആശയം കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തൽമൂദ് ഏതാണ് എന്താണ് കണ്ടിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. സന്തോഷം. ആ അന്വേഷണത്തോടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. സർഗാത്മകമായ ഒരു സമീക്ഷ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ്. യെരുശലേം തൽമൂദിലാണ് ഈ വാക്കുകൾ കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ക്രിസ്ത്യാനികൾ എഴുതിയതല്ല, യഹൂദന്മാർ എഴുതിയ, യഹൂദന്മാർ സൂക്ഷിക്കുന്ന തൽമൂദുകളാണ്. അവയിൽ നിന്ന് ഈ കാര്യങ്ങൾ വ്യക്തമാവുന്നതാണ്.
അടുത്ത ഒരു പ്രശ്നം എണ്ണത്തിലുള്ള പ്രശ്നമാണ്. 22, 42 തുടങ്ങിയവയെല്ലാം ഇതെവിടെ വന്നു, എങ്ങനെ വന്നു? മുസൈറിക് ടെസ്റ്റിലാണ് ഈ പദങ്ങൾ വന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനു മുൻപിലുള്ള പുസ്തകങ്ങൾ ഇത് ലഭ്യമാണോ? ലഭ്യമാണ്. മുസൈറിക് ടെസ്റ്റുകൾക്ക് മുൻപിലുള്ള കയ്യെഴുത്ത് പ്രതികൾ പരിശോധിച്ചു നോക്കുക. അത് വ്യക്തമായിട്ട് അവിടെ കാണാൻ കഴിയും. അതാണ് വേദപുസ്തകത്തിന്റെ ഒരു വലിയ ഗുണം എന്ന് ഞാൻ പറയുന്നത്. ആരും കയ്യെഴുത്ത് പ്രതികൾ നശിപ്പിച്ചിട്ടില്ല. എല്ലാ കയ്യെഴുത്ത് പ്രതികളും തെറ്റായിട്ട് തെറ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അക്ഷരത്തെറ്റുകൾ വന്ന കയ്യെഴുത്ത് പ്രതികളും വരാത്ത കയ്യെഴുത്ത് പ്രതികളും ഇന്ന് ലഭ്യമാണ്. വേദപുസ്തകത്തിന്റെ ലഭ്യമായ കയ്യെഴുത്ത് പ്രതികളുടെ ഒരു കമ്പാരിസൺ, ഒരു സാദൃശ്യ പഠനം ഇതര കൃതികളുമായിട്ടൊന്ന് വെച്ച് നോക്കിയാൽ, ലുക്രേറ്റിയസ് 55 53 BC-ക്കിടയിൽ മരിച്ച വ്യക്തിയാണ്. അദ്ദേഹം അപ്രോക്സിമേറ്റ് ടൈം സ്പാൻ ബിറ്റ്വീൻ ഒറിജിനൽ കോപ്പി ആൻഡ് ദി കോപ്പി അവൈലബിൾ, ആദ്യം എഴുതിയ കോപ്പിയും ലഭ്യമായ കോപ്പിയും വെച്ച് നോക്കിയാൽ 2 എണ്ണമാണ് അദ്ദേഹത്തിന്റേതായിട്ട് ഇന്ന് ലോകത്തിൽ അവശേഷിച്ചിരിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ പ്ലേറ്റോയുടേത്, പ്ലിനിയുടേത്, ഡെമോസ്തീൻസിന്റേത്, ഹെറോഡറ്റസിന്റേത് തുടങ്ങി താഴോട്ട് വന്നാൽ ഹോമറിന്റേത്, 900 BC-യിൽ ജീവിച്ചിരുന്ന ഹോമറിന്റെ പുസ്തകം, 500 വർഷത്തോളം പഴക്കമുള്ള ഈ പുസ്തകം 643 കോപ്പികളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ പുതിയ നിയമം എടുത്തു നോക്കിയാൽ 1-ാം നൂറ്റാണ്ടിൽ AD 50-നും 100-നും ഇടയിൽ എഴുതിയ ഈ പുസ്തക സമാഹാരത്തിന് 100 വർഷങ്ങളുടെ വ്യത്യാസത്തിൽ എഴുതപ്പെട്ട ഒറിജിനൽ പുസ്തകത്തിനും ലഭ്യമായ കോപ്പിക്കുമിടയിൽ വെറും 100 വർഷങ്ങളുടെ വ്യത്യാസം വരുമ്പോൾ, ഇത് വായിച്ച് തിട്ടപ്പെടുത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് പ്രകാരം 99.5% ആക്യുറസി അവർ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചതല്ല, നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. ചുരുക്കത്തിൽ വേദപുസ്തകത്തിന്റെ കൃത്യത എന്ന് പറയുന്നത് അക്ഷരത്തെറ്റില്ലാതിരിക്കുന്നതല്ല. ഞാൻ മുൻപൊരിക്കൽ പറയുകയുണ്ടായി, അക്ഷരത്തെറ്റില്ലാതെ ഒരു പുസ്തകം ഇറക്കണമെങ്കിൽ അതിന് ദൈവികതയുടെ ആവശ്യമില്ല. നല്ലൊരു കോപ്പിറൈറ്ററും പ്രിന്ററും വിചാരിച്ചാൽ മതി, ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ അക്ഷരത്തെറ്റില്ലാതിരിക്കുന്നതാണ് ദൈവികതയുടെ ലക്ഷണം എന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ യുക്തിക്ക് യാതൊരു രീതിയിലും സാധിക്കുന്നതല്ല. ഇതിനിടയിൽ ക്യൂസ്രോദസിനെ F.F. ബ്രൂസ് അദ്ദേഹം പുകഴ്ത്തിയതായും അതിൽ നിന്ന് കോട്ട് ചെയ്യുന്നതായും പറയുന്നതായിട്ട് കേട്ടു. ആനമണ്ടത്തരമാണ്, ക്ഷമിക്കണം. F.F. ബ്രൂസ് ക്യൂസ്രോദസുകളെ നഖശിഖാന്തം എതിർത്ത വ്യക്തിയാണ്. അത് തിരുത്തി പറയുവാൻ ചരിത്രത്തിൽ കഴിയില്ല. ദയവായിട്ട് ആ പുസ്തകങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ദൈവികമെന്ന ബൈബിൾ അവകാശവാദം 2 പത്രോസ് 3-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കണം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. മതി, താങ്ക് യു. എന്താ പറയുന്നത്? പത്രോസാണ് എഴുതുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളാണ് പിന്നീട് എഴുതപ്പെട്ടിരിക്കുന്നത്. അത് അവിടെയാണ് ക്രിസ്ത്യാനികളുടെ എല്ലാ വിശ്വാസങ്ങളുടെയും ഉറവിടം എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാഗങ്ങളും കൂടി ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പത്രോസ് പറയുകയാണ്, പൗലോസിന്റെ ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. പൗലോസിന്റെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് തെറ്റാണെന്ന് പറയുന്നത് വഞ്ചനയാണ് എന്ന് പത്രോസ് പറയുന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇനി യേശുക്രിസ്തു തന്നെ തന്റെ ദൗത്യത്തെക്കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ വന്നത്. യേശുക്രിസ്തു തന്നെ പറയുകയാണ്, ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നതല്ല, മനുഷ്യർക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കാൻ ഞാൻ വന്നവനാണ്. തന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും തന്റെ ക്രൂശീകരണം വഴി, തന്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും വഴി മനുഷ്യർക്ക് ലഭിക്കാൻ പോകുന്ന ശാശ്വത ശാന്തിയെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന അനുഗ്രഹീതമായ പ്രസ്താവനയാണ് നാം അവിടെ കാണുന്നത്. ഇനി പൗലോസിന്റെ വാദത്തിനു വേണ്ടി
പൗലോസിന്റെ ലേഖനങ്ങൾ മാത്രം എടുത്തുനിന്ന് മാറ്റിവെച്ചാൽ പോലും, പൗലോസിന്റെ ലേഖനങ്ങൾ അത് ശരിയല്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ പോലും, മുഴുവൻ ലേഖനങ്ങളും മാറ്റിവെച്ചാൽ പോലും വേദപുസ്തകത്തിന്റെ പ്രമേയത്തിന് യാതൊരു മാറ്റവും വരുന്നില്ലല്ല എന്ന സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 21 വാക്യങ്ങൾ തുടങ്ങിയ വാക്യങ്ങൾ എടുത്തു നോക്കിയാൽ യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ വന്നുവെന്നും അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്നും അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകുമെന്നുള്ള വസ്തുത ബാക്കി പുസ്തകങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഇത്രയും പറഞ്ഞ് അടുത്ത ഏതാനും നിമിഷങ്ങൾ ജെയിംസ് സാറിന് ഞാൻ വിട്ടുകൊടുക്കും. വേദപുസ്തകത്തിൽ ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്തപ്പോൾ അക്ബർ സാഹിബിന് 2 തെറ്റ് പറ്റി. ഭൂമിക്ക് തൂണുണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഫൗണ്ടേഷൻ എന്നാണ്. ഫൗണ്ടേഷനും തൂണും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യത്യാസമാണ്. പിന്നെ രണ്ടാമത്, യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി പകരമായിട്ട് മരിച്ച, ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നത് എന്ന് അനേക തവണ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് വേറെ സംശയിക്കേണ്ട കാര്യമില്ല. അതുപോലെ പഴയ നിയമം യാമ്നിയ കൗൺസിലിൽ 90-ലാണ് അംഗീകരിച്ച്, അതിനു മുമ്പ് ഇല്ലായിരുന്നു പറയുന്നു. സെപ്റ്റുവാജിന്റ് 250 BC എഴുതിയതാണ്. അപ്പം അതിനു മുമ്പ് തന്നെ, ആ കാലത്ത് തന്നെ പഴയ നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് അങ്ങനൊരു ഇത് വന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അയവിറക്കലും കടുകുമണിയും എത്ര പറഞ്ഞാലും അക്ബർ സാഹിബിന് മനസ്സിലാകാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം നിരാകരിക്കുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ സാക്ഷ്യത്തെക്കുറിച്ച്, എന്നെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം സത്യമാണ് എന്ന് പറഞ്ഞത്, ആ 2 ഭാഗം കൂടെ താരതമ്യം ചെയ്ത് വായിക്കുന്ന ആർക്കും മനസ്സിലാകും. ആദ്യത്തെ ഭാഗത്ത് യേശുക്രിസ്തു പറഞ്ഞേക്കുന്നത്, എന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുന്നു, പിതാവ് സാക്ഷ്യം പറയുന്നു, എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ട, കാരണം നിങ്ങളുടെ ന്യായപ്രമാണം കുറിച്ച് പറ്റത്തില്ല. രണ്ടാമത്തെ ഭാഗത്ത് പറയുമ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ദൈവമായതുകൊണ്ട് സത്യമാണ്, എന്നാലും സത്യം പറയുന്നവർ വേറെയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഒരേ കാര്യം തന്നെയാണ് രണ്ടിടത്തും പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ അക്ബർ സാഹിബ് പലയിടത്തും ആവർത്തിക്കാറുള്ള ഒരു കാര്യമാണല്ലോ ദൈവത്തിന്റെ സുവിശേഷം. യേശുക്രിസ്തു പറഞ്ഞത് ദൈവത്തിന്റെ സുവിശേഷം എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവരാജ്യമെന്നാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ് യേശുക്രിസ്തു പറഞ്ഞത്. അതാണ് ശിഷ്യന്മാരും പറഞ്ഞത്, അതുതന്നെയാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യം ഇല്ല. അതുപോലെ നസ്രായനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതായത് നാസിർ വ്രതം എന്നുള്ളത് സംഖ്യാപുസ്തകത്തിൽ കാണുന്നുണ്ട്, അതുപോലെ ജഡ്ജസിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു വാക്കാണ്. നസ്രയത്തിന്റെ പേരും അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. നാസിർ വ്രതത്തെക്കുറിച്ച് വേണ്ട തെളിവുകളുണ്ട്. ഇനിയും അക്ബർ സാഹിബ് പറയുന്നത് ഒറിജിനൽ ഇല്ല, നിങ്ങൾ ഈ പറയുന്ന ഒറിജിനൽ അല്ലെന്ന്. എന്നാ ഒറിജിനൽ ഒന്ന് ഹാജരാക്കിക്കേ. ഒറിജിനൽ ഹാജരാക്കാതെ ഞങ്ങൾക്ക് ദിവ്യ അറിവുണ്ടെന്നുള്ള മട്ടിൽ പറയുന്ന അഹങ്കാരമാണ്. അതായത് ഒരു നോട്ട്, ഇപ്പൊ റിസർവ് ബാങ്കിൽ ഒരു നോട്ട് കള്ളനോട്ടാണോ എന്ന് തീരുമാനിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുന്നത് ഒറിജിനൽ കാണിച്ചു കൊടുത്തേച്ചാ. ആ ഒറിജിനൽ എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഈ ഒറിജിനൽ സൂക്ഷിക്കാൻ തോറയും അതുപോലെ ഇഞ്ചിയിലും തൗറത്തും ഒക്കെ സൂക്ഷിക്കാൻ സ്ക്രൈബ്സിനെയൊക്കെ ഏൽപ്പിച്ചിരിക്കുക അള്ളാഹ്. അപ്പൊ അള്ളാഹ് ഏൽപ്പിച്ച ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു? അങ്ങനെയാണെങ്കിൽ അള്ളാഹു അല്ലേ പരാജയപ്പെട്ടത്? മാത്രമല്ല, വേദക്കാരെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിപ്പീൻ. നിങ്ങൾക്ക് ഞാനത് വേണേ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾക്ക് മുമ്പ് തന്നിട്ടുള്ളതിൽ വിശ്വസിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കാതെ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? ഇതാരെ പറഞ്ഞു പൊട്ടന്മാരാക്കാനാണ് ശ്രമിക്കുന്നത്? ഒറിജിനൽ ഇല്ലാതെ ഈ ഒറിജിനലിൽ ഇതൊക്കെയായിരുന്നു എഴുതിയിരുന്നതെന്ന് ഗണിച്ചു പറയാനുള്ള അവകാശം നിങ്ങൾക്ക് എവിടെ നിന്നാണ്? ഇനിയും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതിന്റെ ആധികാരികതയെക്കുറിച്ച് നമ്മൾ ഇനിയും സംസാരിക്കാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളല്ലോ. അതുകൊണ്ട് ഖുറാൻ അനുസരിച്ച് എല്ലാ മുസ്ലിമുകളും വേദപുസ്തകം അനുസരിക്കാൻ ബാധ്യസ്ഥരാ. അതിന്ന് നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ നിങ്ങളുടെ അള്ളാഹു അത് നിങ്ങൾക്ക് തരാനായിട്ട് പരാജയപ്പെട്ടു. ഇനി വർഗീസ് ചാക്കോയെ ക്രിട്ടിസൈസ് ചെയ്ത് അദ്ദേഹം പറയുന്നില്ലല്ലോ, ഞാൻ പറയാം. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ എന്തുകൊണ്ട് ഖുറാൻ കോട്ട് ചെയ്തിരിക്കുന്നു? കാരണം നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ വേദപുസ്തകം അനുസരിക്കണം എന്ന് എഴുതിയിരിക്കുന്ന ഞങ്ങൾ പറഞ്ഞാൽ പാവമാകുമോ? ഒരിക്കലുമില്ല. മാത്രമല്ല, അതിനകത്ത് ഖുറാനിൽ നിന്ന് സ്കാൻ ചെയ്ത് എടുത്ത വാക്യങ്ങളാണ്, അതാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ആ വാക്യങ്ങൾ എല്ലാവരും അറിയട്ടെ. ഇത് അറിയുന്നതിന് നമുക്കെന്താ മടി? അതെന്താ നമുക്ക് പ്രയാസം? അതിനകത്ത് തന്നെ നിങ്ങൾ വേദക്കാരോട് ചെന്ന് അവരുടെ വേദം വിശ്വസിക്കണം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം. അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനം നഷ്ടപ്പെട്ടുവോ? ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാമെന്നല്ലാതെ നല്ല വാക്കുകളുള്ള ആർക്കും എങ്ങനെയാണെങ്കിലും കോർണർ ചെയ്യാതെ രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ കോർണർ ചെയ്യപ്പെടുമ്പോൾ കോർണർ ചെയ്യാതെ രക്ഷപ്പെടുന്നതല്ല സത്യസന്ധതയുടെ അടയാളം. സത്യം മനസ്സിലാക്കി സത്യം അനുസരിച്ച് തങ്ങളെ തന്നെ അതിന് താഴ്ത്തുന്നതാണ്. താങ്ക് യു.
ഇനി ഇസ്ലാം വിഭാഗത്തിൽ നിന്ന് പ്രതികരിക്കേണ്ട സമയമാണ്. അതിനും 15 മിനിറ്റ് അനുവദിക്കുകയാണ്. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് രണ്ടുപേരും പറഞ്ഞ വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ്. ഒന്ന്, 4 സുവിശേഷങ്ങൾ 4 പേര് ഫോട്ടോഗ്രാഫ് എടുത്താൽ ഒരേ സംഭവം വ്യത്യസ്തമാകുന്നത് പോലെയാണ് എന്നാണ് വർഗീസിന്റെ വിശദീകരണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഗതി തന്നെ, കരഞ്ഞു എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് മാത്രമല്ല ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അത് പോട്ടെ, കരഞ്ഞു എന്നുള്ള തന്നെ രണ്ടൊന്ന് വായിച്ചു നോക്കുക. 2 സംഭവങ്ങൾ 2 രീതിയിലുള്ള കൃത്യമായ വൈരുദ്ധ്യമാണ്. അതെന്താ? യേശു ക്രിസ്തു കുരിശിൽ കിടക്കുന്നു, ആ സമയത്ത് ദാഹിക്കുന്നു എന്ന് പറയുന്നു. ഈ സമയത്ത് നീർപ്പഞ്ഞിയിൽ മുക്കിയിട്ട് വിനാഗിരി വലിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം തല ചായ്ക്കുന്നു, എന്നിട്ടെല്ലാം നിവൃത്തിയായി എന്ന് പറയുന്നു. ജീവൻ വെടിയുന്നു യോഹന്നാൻ. ഇതൊന്നുമില്ല എവിടെ? മത്തായിയിൽ. മത്തായി അവിടെ ക്രൂശീകരണം കഴിഞ്ഞ് അതിനെ പൊട്ടിക്കരഞ്ഞ് ഏലി ഏലി ലമാ ശബക്താനി എന്ന് പറഞ്ഞ് ജീവൻ പൊടിയുന്നു. ഇത് രണ്ടും ഒരു ഫോട്ടോന്റെ ഒരേ സംഭവത്തിന് 2 ഫോട്ടോഗ്രാഫ് ആവുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് ഒരേ സംഭവത്തിന്റെ 2 സാക്ഷ്യമാകുന്നത്? ആളുകളെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ മറുപടി പറഞ്ഞു എന്ന് മാത്രം വരുത്തി തീർക്കാനാണെങ്കിൽ അങ്ങനെ പറയാവുന്നതാണെന്ന് മാത്രം. പിന്നെ വംശാവലിയുടെ ഇവിടെ യഹൂദന്മാരുടെ തൽമൂദിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ബഹുമാന്യനായ നമ്മുടെ സുഹൃത്ത് വർഗീസ് പറയുമ്പോൾ തീർച്ചയായും അതെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തി രേഖകൾ ഹാജരാക്കേണ്ടിയിരുന്നു. ഞാനത് പറയുന്നത് പലപ്പോഴും ക്രൈസ്തവ മിഷനറിമാർ നിങ്ങൾക്ക് പുസ്തകം നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ കർത്താക്കൾ വളരെ സമർത്ഥമായി നിങ്ങളെ പലരെയും തെറ്റിക്കുന്നു എന്നത് സങ്കടകരമായൊരു വസ്തുതയാണ്. അത് പറയാൻ കാരണം നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണിക്കുകയും ചെയ്യാം. ഞാൻ പറയുന്നത് തൽമൂദിലുള്ളതായി ആകെ ജോഷ് മാക്ഡ്വൽ അദ്ദേഹത്തിന്റെ എവിഡൻസ് ദാറ്റ് ഡിമാൻഡ്സ് എ വെർഡിക്റ്റ് എന്നാണ് വളരെ പ്രസിദ്ധമായ. ജോഷ് മാക്ഡ്വലിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കെതിരെ പുസ്തകങ്ങൾ എഴുതുന്ന, പ്രഭാഷണങ്ങൾ നടത്തുന്ന, അഹമ്മദ് ദീദാത്തുമായെല്ലാം ഡിബേറ്റ് നടത്തിയിട്ടുള്ള ഒരു ക്രൈസ്തവ അപ്പോഴത്തെ വച്ചിട്ട് അദ്ദേഹം ആകെ യേശുവിനെ കുറിച്ച് തൽമൂദിലുള്ളതായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം, തൽമൂദിലുള്ളതായിട്ട് പറയുന്നത് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. തൽമൂദിൽ യേശുവിനെ കുറിച്ച് പറയുന്ന ഭാഗം ആ പണ്ടേരയുമായുള്ള യോസഫ് പണ്ടേരയുമായി ആ മറിയ ബന്ധത്തിലായിരുന്നു. അങ്ങനെ ആ ആശാരിയിൽ കുട്ടിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യഭിചാര കുട്ടിയായിരുന്നു യേശു എന്നുമെല്ലാമുള്ള രൂപത്തിലുള്ള പരാമർശങ്ങളാണ് തൽമൂദിലുള്ളതായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. തൽമൂദിൽ യേശുവിനെയോ യേശുവിന്റെ ഇതിനെക്കുറിച്ചോ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും യഹൂദന്മാർ അത് അംഗീകരിക്കേണ്ടിയിരുന്നു, ആദരിക്കേണ്ടിയിരുന്നു. മറ്റൊരു പ്രശ്നം, ഇവിടെ ഞാൻ പറഞ്ഞതിനെ വിമർശിച്ചത് ക്യൂ സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ബ്രൂസ് ക്യൂ സ്രോതസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എതിർത്തിരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. തീർച്ചയായും ആകാം. ബ്രൂസിന്റെ പുസ്തകം 68-69 പേജുകളുടെ ഉദ്ധരണിയാണ്. ബ്രൂസിന്റെ ബുക്കിന്റെ കയ്യിലുണ്ട്. Now, when the attempt is made to isolate the document underlying the Q material in Matthew and Luke, it appears to have been constructed very much on the lines of one of the prophetical books of the Old Testament. These books commonly contain an account of the prophet's call to his distinctive ministry, with a record of his oracles sent in a narrative framework, but no mention of the prophet's death. So this document, when reconstructed on the evidence provided by Matthew and Luke's Gospels, is seen to begin with an account of Jesus' baptism by John and his temptation in the wilderness, which formed the prelude to his Galilean ministry, followed by the group of his sayings set in a minimum of narrative framework, but it evidently did not tell the story of his passion. Another interesting fact
which comes to light when we try to reconstruct the original Aramaic in which our Lord's sayings in all the Gospels were spoken, is that very many of these sayings exhibit poetical features. Even in a translation, we can see how fully they are of parallelism, which is so constant, which is so constant a mark of Old Testament poetry. When they are turned into Aramaic, however, they are seen to be marked by regular poetic rhythm or even at times rhyme. ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ ക്യൂ സ്രോതസ്സിനെ പുനരാവിഷ്കരിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളിൽ നിന്ന് ആ ക്യൂ സ്രോതസ് മുൻപുള്ള പഴയ നിയമപ്രവാചകന്മാർ പഠിപ്പിച്ച രീതിയിലുള്ള യേശുവിന്റെ ഗാനാത്മകമായ വചനങ്ങളുടെ സമാഹാരമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ്. ബ്രൂക്സിന്റെ ബുക്കാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പുസ്തകം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് കൊട്ടേഷൻ. അതേപോലെ തന്നെ അദ്ദേഹം തന്നെ മാത്യുവിന്റെ ലോജിയയെ കുറിച്ചും പറയുന്നുണ്ട്. മാത്യു കമ്പൈൽഡ് ദ ലോജിയ ഇൻ ദ ഹിബ്രൂ സ്പീച്ച് ആൻഡ് എവറി വൺ ട്രാൻസ്ലേറ്റഡ് ദം ആസ് ബെസ്റ്റ് ആസ് ഹി കുഡ്. ലോജിയ വിറ്റ് ലിറ്ററലി മീൻസ് ഒറാക്കിൾസ്. അഥവാ മത്തായി യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ അരാമിക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഈ സാധനവും ഇന്ന് ഉപലബ്ധമല്ല. ഇവിടെയാണ് ദൈവത്തിന്റെ സുവിശേഷം എന്നാണോ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്നാണോ പറഞ്ഞത് എന്നുള്ള പ്രശ്നം. അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ എന്തായിരുന്നാലും അത് ഞാൻ പറഞ്ഞതല്ല. മലയാളത്തിലുള്ള ബഹുമാന്യനായ സഹോദരൻ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്നാണ്. ഇതേ സംഗതി ഓശാനയുടെ ബൈബിളിൽ ഞാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ സുവിശേഷം എന്നാണ്. ഇതേ സംഗതി ഞാൻ കത്തോലിക്കരുടെ പിയോസിന്റെ ബൈബിളിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ സുവിശേഷം എന്നാണ്. ഇത് രണ്ട് ബൈബിളുകളാണ്, NIV-യും കിങ് ജെയിംസും. കിങ് ജെയിംസ് വേർഷനിൽ 1:14 Now the fact after Jesus was put to prison, Jesus came into Galilee preaching the gospel of the kingdom of God എന്നാണ്. അതേ സംഭവം ഇവിടെ പറയുന്നത് NIV-യിൽ പറയുന്നത് ആഫ്റ്റർ John was put in prison, Jesus went into Galilee proclaiming the good news of God എന്നാണ്. ഞാൻ തിരുത്തിയതല്ല. ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്നും ദൈവത്തിന്റെ സുവിശേഷം എന്നും ഇത് ആര് തിരുത്തി എന്ന് നോക്കണമെങ്കിൽ കുറെ പിന്നിലേക്ക് പോകണ്ടേ. എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ അടുത്തുള്ള ബൈബിൾ അതാണ്, വേറെ ബൈബിൾ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സുവിശേഷം, ഇഞ്ചിയിലുള്ള അള്ളാഹുവിന്റെ ഇഞ്ചിയിൽ. പിന്നെ മുസോറിക് ടെസ്റ്റുകളെ കുറിച്ച്, കയ്യെഴുത്ത് പ്രതികളെ കുറിച്ച് അല്ലാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, എന്റെ അടുത്ത് ഏറ്റവും പുരാതനമായ കയ്യെഴുത്ത് പ്രതികളുടെ ലിസ്റ്റ്, അഥവാ മത്തായിയുടെ കയ്യെഴുത്ത് പ്രതി 200, ഏറ്റവും പുരാതനമായ പാപ്പറസ് എല്ലാം ഓരോന്നിന്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും പുരാതനമായി കിട്ടിയിട്ടുള്ളത് ഏറ്റവും പുരാതനമായത് ഗോസ്പൽ ഓഫ് ജോണിന്റെ 125 അഥവാ ക്രിസ്താബ്ദം 125 150 ഇടയിൽ എഴുതപ്പെട്ടതാണ്. ഏറ്റവും പുതിയത് 4ഉം 5ഉം നൂറ്റാണ്ടുകളിൽ എല്ലാം എഴുതപ്പെട്ട പലതും ഉണ്ട്. അല്ലെങ്കിൽ ഏറ്റവും പുരാതനമായ ഇപ്പൊ കിട്ടിയ കയ്യെഴുത്ത് പ്രതികളിൽ ഏറ്റവും പഴയതിന്റെ ലിസ്റ്റാണിത്. ഇനി അതിന്റെ രസകരമായ മറ്റൊരു ലിസ്റ്റ് കൂടിയിട്ട് ഇവിടെ പറഞ്ഞല്ലോ യാതൊരു വ്യത്യാസമല്ല എന്നല്ലോ. ഈ കയ്യെഴുത്ത് പ്രതികൾ, എല്ലാ കയ്യെഴുത്ത് പ്രതികളും അതിന് നമ്പർ ഓഫ് വേഴ്സസ്, വേരിയന്റ് ഫ്രീ വേഴ്സസ് ടോട്ടൽ, അതിന്റെ പെർസെന്റേജ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അഥവാ മത്തായിയുടെ സുവിശേഷത്തിൽ 1071 വചനങ്ങളിലുള്ളതിൽ ഈ 5000 ചില്ലാനും കയ്യെഴുത്ത് പ്രതികൾ പരിശോധിച്ചപ്പോൾ പല കയ്യെഴുത്ത് പ്രതികളിലും പല വ്യത്യാസങ്ങളുണ്ട്. അതിൽ വ്യത്യാസങ്ങളില്ലാത്തത് 642 മാത്രമാണ്. ഇവിടെ അക്യൂറസി പറഞ്ഞല്ല 99.5%. ഇത് ടോട്ടൽ കൂട്ടിയാൽ 62.9% കിട്ടുള്ളൂ. 62.9%. ഇത് എന്റേതല്ല, ബിബ്ലിക്കൽ ക്രിറ്റിസിസത്തിന്റെ പുസ്തകങ്ങളിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കോപ്പി എടുത്ത് തരാം. ഇങ്ങനത്തെ ഇത് എല്ലാം പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ വീണ്ടും വർഗീസിനെ പോലുള്ള സഹോദരന്മാരോട് പറയാനുള്ളത്, ജോഷൻ കെറ്റ്സിന്റെയും ജോസഫ് സ്മിത്തിനെയും എല്ലാം പോലുള്ള ആളുകളുടെ ഈ എന്തെങ്കിലും ചവറുകൾ, അങ്ങനെ തന്നെ പറയട്ടെ, വായിച്ചിട്ട് 99.5% അക്യുറേറ്റ് ആണെന്നെല്ലാം വെറുതെ അങ്ങോട്ട് പറയരുത്. പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഖുർആനായിട്ട് ബന്ധപ്പെട്ട പഠനത്തിൽ ആ സാധനങ്ങൾ ഒരുപാട് വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ലഭിക്കപ്പെട്ട കയ്യെഴുത്ത് രേഖകൾ, ആ രേഖകൾ
അതിൽ പരസ്പര വിരുദ്ധമല്ലാത്ത ഏതാനും എണ്ണം മാത്രമുള്ളത്. ഇനി എന്നിട്ടെന്താ ഞങ്ങൾ തിരുത്താത്തത് എന്ന് ചോദിച്ചു. ഇവിടെ വളരെ രസകരമായൊരു ചോദ്യമാണ്. തിരുത്താൻ കഴിഞ്ഞോടത്തെല്ലാം തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. ആ രസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം ബൈബിളിലത്തെ ഒരു തിരുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എന്ന് പറഞ്ഞല്ലോ, സക്കരിയാവിന്റെ പുസ്തകത്തിലുള്ളത് ജെറമിയാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഇതാ പുതിയ പരിശുദ്ധാത്മാവ് ഇറങ്ങിയിരിക്കുന്നു. ഇതെന്നാ ഈ അടുത്ത കാലഘട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയ പുസ്തകം, കൊച്ചി ഭാരത് ബൈബിൾ സൊസൈറ്റി ഇറക്കിയ ബൈബിളാണ്. ഇതിൽ ആ വചനം തിരുത്തിയിരിക്കുന്നു, സക്കരിയ പ്രവാചകന്റെ എന്നാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് പരിശോധിക്കാം. ഇങ്ങനെ ഒരുപാട്, ഇനിയും ഒരുപാടെണ്ണം എനിക്ക് കാണിച്ചു തരാൻ പറ്റും. എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 9 മുതൽക്കുള്ള വചനങ്ങളിൽ ഭയങ്കര രസകരമായ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്താന്ന് വെച്ചാൽ കൊട്ടാരത്തിലെ ഇത് എണ്ണാണ്, പാത്രങ്ങൾ എണ്ണ. എങ്ങനെ ടോട്ടൽ ചെയ്താലും ടോട്ടൽ എണ്ണം കിട്ടൂല. എന്നാൽ കത്തോലിക്കരാണ് ചെയ്തിട്ടുള്ളത്. പുതിയ കാത്തോലിക് ബൈബിളുകളിൽ മുഴുവനും ഇവിടുന്ന് അങ്ങോട്ട് കൂട്ടിയിരിക്കുന്നു. അപ്പൊ ടോട്ടൽ എത്രയാണോ കൊടുത്തത് അതിനനുസരിച്ച് ഓരോ യുട്ടൻസിൽസിന്റെയും എണ്ണം എഴുതിയിരിക്കുന്നു. തിരിച്ചു കൂട്ടിയാൽ 2837 ആണ് കിട്ടുക. എന്നാൽ ടോട്ടൽ 5000 ചില്ലാൻ എണ്ണാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ടോട്ടൽ എണ്ണ എത്രയാണോ അതിന് തിരിച്ചു കൂട്ടിയിരിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നമ്പർ എഴുതി വെച്ചിട്ട് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കണ. പിന്നെ തിരുത്തിയില്ല എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനം ആരാ കയറ്റിയത്? 16-ാം നൂറ്റാണ്ടിലാണ് അത് ബൈബിളിലേക്ക് കയറിയത് എന്ന് ഡെയിലി സ്റ്റഡി ബൈബിൾ പറയുന്നു. 16-ാം നൂറ്റാണ്ടിലാണ് അല്ലേ? 16-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് 19-ാം നൂറ്റാണ്ട് വരെ ദൈവിക വചനം എന്നുള്ള രൂപത്തിൽ വിശ്വസിച്ചു പോയില്ലേ? ത്രിത്വത്തിനുള്ള തെളിവായിട്ട് സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, പിതാവ്, പുത്രൻ, പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഇവർ മൂവരും ഒന്ന് തന്നെ എന്നുള്ള വചനം ഈ അടുത്ത കാലം വരെ ദൈവികമായി അംഗീകരിക്കുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് അപ്രത്യക്ഷ. എന്താ കാരണം? പരിശോധിച്ചപ്പോ പുരാതന മാനുസ്ക്രിപ്റ്റ്സിൽ ഇല്ല. വിമർശനം വന്നപ്പോൾ അത് ഒഴിവാക്കി. അപ്പൊ പുരാതന മാനുസ്ക്രിപ്റ്റ്സിൽ ഇല്ലാത്ത പലതും കയറിയിട്ടുണ്ട്, പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ളതാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ പുതിയൊരു രസമുണ്ട്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനമുണ്ട്. എന്താ? നിന്നെപ്പോലൊരു പ്രവാചകൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഉയർത്തി നാം അവർക്കായി നൽകും. അതിലൂടെ ഇസ്രായേലി എന്നുള്ളൊരു പരാമർശമില്ല. എന്നാൽ പുതിയ ചില ബൈബിളുകളിൽ നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ എന്നുള്ളതിന് പകരം ഒരു ഇസ്രായേലി പ്രവാചകനെ. എന്തേ? മുസ്ലിങ്ങൾ ഈ വചനം ഉദ്ധരിച്ചിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് സ്ഥാപിക്കുന്നു. എന്റെ അടുത്തുണ്ട് വചനങ്ങൾ, എന്റെ അടുത്തുണ്ട് ബൈബിളുകൾ. An Israeli like you, an Israeli prophet like you, from the Israelites, from among their brethren എന്ന് പറഞ്ഞുകൊടുത്ത് ഇസ്രായേലൈറ്റ്സ് കൂട്ടാൻ ആരാ കൊടുത്തത്? ഏത് പരിശുദ്ധാത്മാവ വന്നത്? ആര് ചെയ്തു? ഇത് ചെയ്തത് വേറെ ആരുമല്ല, മറിച്ച് ഓരോ കാലത്തിനനുസരിച്ച്. പക്ഷേ ഒരുപാട് സ്ഥലത്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതോടുകൂടി അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല. മാറ്റിയതിന്റെ ചരിത്രം ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മാറ്റിയതിന്റെ ചരിത്രമാണ് ഈ കാണുന്നത്. കയ്യെഴുത്ത് രേഖകൾ 5000 ചില്ലാനം കയ്യെഴുത്ത് രേഖകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കുന്നു, ആ കയ്യെഴുത്ത് രേഖകളിൽ 2 പോലും ഒരേപോലുള്ളതില്ല. മാനുസ്ക്രിപ്റ്റ്സിൽ 2 പോലും ഒരേപോലുള്ളതില്ല. മാനുസ്ക്രിപ്റ്റ്സിൽ വത്തിക്കാനസ് ആണല്ലോ പറയുന്നത്. വത്തിക്കാനസിൽ എല്ലാം സ്വീകരിക്കുമോ? പറയട്ടെ. മാനുസ്ക്രിപ്റ്റ്സ് സിനൈറ്റിക്കസും വത്തിക്കാനസുമാണുള്ളത്, ഏറ്റവും പുരാതനം. ഞാൻ ചോദിക്കട്ടെ, അത് പൂർണ്ണമായി സ്വീകരിക്കുമോ അവയിലുള്ളത്? ഇല്ലെങ്കിൽ എന്താണ് മാനദണ്ഡം? അവിടെയാണ് പ്രശ്നം. ഇവിടെ പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് അതേപോലെ കോപ്പി എടുത്ത് കൊടുത്തു എന്നുള്ള ഭയങ്കര ഔദാര്യമാണെന്നുള്ള നിലക്കാണ് ബഹുമാന്യനായ സാറ് സംസാരിച്ചത്. സത്യത്തിൽ അത് മുസ്ലിം സാധാരണക്കാരെ പറ്റിക്കുവാൻ അലവിയെ പോലുള്ള ആളുകൾ പയറ്റി പരാജയപ്പെട്ട ഒരു പുതിയ ഏർപ്പാട് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതുകൊണ്ടൊന്നും മുസ്ലിം സാധാരണക്കാരെ ഈ അക്ഷരം കണ്ടുകൊണ്ടൊന്നും പറ്റിക്കാൻ കഴിയില്ല വർഗീസ് സാറേ. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട, ആശയം കൊടുത്താൽ പോരെ. അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ ഇത് ഖുർആൻ, ഞാൻ അത് തന്നെ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കുന്നു. ശരി, നല്ലത്, ഗുണം, അംഗീകരിക്കുന്നു. ഖുർആനിന്റെ ആ സ്ക്രിപ്റ്റിനെ മാത്രമേ ദൈവികം എന്ന് നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. പക്ഷെ ഖുർആൻ പറയുന്നത് എന്ത്? അതിന് ഒറിജിനൽ കൊണ്ടുവരണം എന്നാണ്. ഇത് ഏത് ന്യായ? ഒറിജിനൽ സൂക്ഷിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു. പൗലോസിന്റെ തത്വശാസ്ത്രം വന്നപ്പോ നിങ്ങളത് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങളത് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ദൈവ തത്വശാസ്ത്രം ഉണ്ടാക്കിയെടുത്തു. ആ ദൈവ തത്വശാസ്ത്രത്തിനനുസൃതമായ സുവിശേഷങ്ങൾ മാത്രം നിലനിർത്തി. ഞാൻ ചോദിക്കട്ടെ, 2-ാം നൂറ്റാണ്ടിന് മുമ്പുള്ളതാണെന്നുള്ളതാണ് തെളിവ്. 2-ാം നൂറ്റാണ്ടിന് മുമ്പ് എഴുതപ്പെട്ട സുവിശേഷങ്ങളെല്ലാം സ്വീകരിക്കുമോ? ഇപ്പൊ പുതിയത് കണ്ടുപിടിച്ച യൂദാഫിസിന്റെ സുവിശേഷം സ്വീകരിക്കുമോ? മഗ്ദലന മറിയയുടെ സുവിശേഷം സ്വീകരിക്കുമോ?
മേരി മാതാവിന്റെ സുവിശേഷം സ്വീകരിക്കുമോ? തോമായുടെ സുവിശേഷം സ്വീകരിക്കുമോ? ഇതെല്ലാം 2-ാം നൂറ്റാണ്ടിന് മുമ്പുള്ളതാ. കയ്യെഴുത്ത് രേഖകളാ പറഞ്ഞത്. എന്റെ അടുത്ത് ഗോസ്പൽ ഓഫ് യൂദാസിന്റെ ഗോസ്പലിന്റെ കോപ്പി കംപ്ലീറ്റ് ഏകദേശം നമ്മുടെ കയ്യിലുണ്ട്. പുതിയത് വന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവികം എന്ന രൂപത്തിൽ നമുക്ക് അംഗീകരിക്കണമെങ്കിൽ, അതില് തത്വശാസ്ത്രം പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കണമെങ്കിൽ, അബദ്ധമുക്തമായ പടച്ചോന്റെ അടുത്തുനിന്നുള്ളതാണ് പൂർണ്ണമായി ഉറപ്പുള്ള വചനങ്ങൾ ആവശ്യപാട്. അത് എവിടെ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്, ഭൂമിക്ക് തൂണെന്നുള്ളത് ഫൗണ്ടേഷൻ എന്നാണ് ആണ്. ഭൂമിയുടെ അസ്ഥിവാരങ്ങൾ, തൂണ് എന്നെല്ലാം പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മലയാളത്തിലെ വ്യത്യസ്ത ബൈബിളുകളിൽ. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇയ്യോബിന്റെ പുസ്തകം എടുത്തു നോക്കാം, 9-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം. തീർച്ചയായും ഇത് അന്നത്തെ ഒരു ഉപമാലങ്കാര പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. പക്ഷേ അവിടെ അബദ്ധം വരാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ സെപ്റ്റിജന്റ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ എന്നാണ്. സെപ്റ്റിജന്റ് ഉണ്ട്, ആരാ അഭിപ്രായ വ്യത്യാസം പറഞ്ഞേ? പക്ഷെ യാംനിയ കൗൺസിലാണ് യഹൂദ സമുദായത്തിന്റെ പുസ്തകങ്ങൾ ഇന്നതൊക്കെയാകണം എന്നൊരു കാനോൻ നിശ്ചയിച്ച ആദ്യത്തെ കൗൺസിൽ എന്ന് ക്രൈസ്തവ ഗ്രന്ഥകാരന്മാർ പറയുന്നു. പലപ്പോഴും പഠനം നടത്തിയിട്ട് അത്ര ഒരു കൗൺസിൽ തന്നെ നടന്നിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് മനസ്സിലാവുന്നത്. അതിന് വേറെ കാരണങ്ങളുണ്ട്. അപ്പോ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഒരു വൈരുദ്ധ്യത്തിനും പോലും മറുപടി പറഞ്ഞിട്ടില്ല. യേശുവിന്റെ വംശാവലിയിൽ ലൂക്കോസ് പറയുന്നത് അമ്മായിയപ്പന്റെ വംശാവലിയാണെന്നാണ് പറഞ്ഞ മറുപടി. ഞാൻ ചോദിച്ചോ, ഇത് എന്തിനാ യഹൂദന്മാരെ കാനോനിലേക്ക്, യഹൂദന്മാരുടെ ഈ തൽമൂദിലേക്കും മറ്റെല്ലാം പോണേ? എന്തേ ലൂക്കോസ് പറഞ്ഞില്ല? ലൂക്കോസിന് പറഞ്ഞാൽ പോരെ? അവിടെ ഒരു ദീ കൂട്ടിയാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം ആളുകളെ? ആവശ്യമില്ലല്ലോ. എന്തിനാണ് നേർക്ക് നേരെ ലൂക്കോസിന് പറയാം ഇത് മറിയയുടെ വംശാവലി, അല്ല ഇത് യോസെഫിന്റെ വംശാവലി എന്ന് എന്തിനു പറയുന്നു? യോസെഫ് ഹേലിയുടെ പുത്രൻ എന്ന് എന്തിനു പറയുന്നു? അവിടെയാണ് പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. അത് അതേപോലെ തന്നെയാണ് ഓരോന്നും. പിന്നെ ഉള്ളതോ, പിന്നെ സാക്ഷ്യത്തിന്റെ എത്ര പറഞ്ഞാലും ശരിയാവില്ല എന്നാണ്. ശരിയാണ്. അങ്ങനെ അത് വായിച്ചു നോക്കി ആർക്കും മനസ്സിലാകും സാക്ഷ്യത്തിന്റെ കാര്യത്തിലുള്ള വളരെ കൃത്യമാണ് വചനങ്ങൾ. ചുരുക്കത്തിൽ ബൈബിൾ ദൈവികമാണ് എന്ന് സ്ഥാപിക്കാൻ ഈ തത്രപ്പാടുകൾ കൊണ്ടൊന്നും സാധിക്കില്ല. വിശ്വാസമാണ്, തീർച്ചയായും വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം നമ്മൾ അംഗീകരിക്കുന്നു. ലോകത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവർ ബൈബിൾ ദൈവികമാണ് എന്ന് അംഗീകരിക്കുന്നു. ആ വിശ്വാസത്തെ നമ്മൾ ആദരിക്കുന്നു. ആ നിലക്ക് ആ വേദഗ്രന്ഥത്തെ അവരുടെ വിശ്വാസത്തിന്റെ ഗ്രന്ഥം എന്നുള്ള നിലക്ക് നമ്മൾ ആദരിക്കുന്നു. പക്ഷേ അത് ദൈവിക ഗ്രന്ഥമാണ്, അത് മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ പറ്റുന്ന ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അത് മനുഷ്യർക്ക് ദൈവീകം എന്ന് പരിശോധിക്കുവാനുള്ള അളവുകോലുകൾ അവിടെ പരാജയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് പടച്ച തമ്പുരാൻ സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യമനുസരിച്ച് ജീവിക്കുവാനും സത്യവാന്മാരുടെ കൂടെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ക്വസ്റ്റ്യനും ആഫ്റ്റർനൂൺ പ്രോഗ്രാം റിപ്ലൈ പറഞ്ഞാൽ മതിയോ? ചിലർക്ക് കുടലെടുത്ത് കാണിച്ചാലും വാഴനാരെന്നുള്ള ഇതേ വരത്തുള്ളൂ. അത് അങ്ങനെയുള്ളവരെ പഠിപ്പിക്കാൻ വളരെ വിഷമമാണ്. ഇവിടെ ഉന്നയിച്ച എല്ലാ വൈരുദ്ധ്യങ്ങൾക്കും മറുപടി പറഞ്ഞു കഴിഞ്ഞ് അത് വീണ്ടും വീണ്ടും മനസ്സിലായില്ലെന്നുള്ള മട്ടിൽ ആവർത്തിക്കപ്പെടുന്നതുകൊണ്ട് വേറെ മാർഗമൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷത്തില് പറഞ്ഞേക്കുന്നതും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞേക്കുന്ന തമ്മിൽ വൈരുദ്ധ്യം എന്നാണ്. ഇത് ന്യായമായിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബൈബിള് നിങ്ങളുടെ കയ്യിൽ കാണും, വായിച്ചു നോക്കിയാൽ അറിയാം. മത്തായിയുടെ സുവിശേഷത്തിൽ 8 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 വാക്യത്തിലാണ് ആ സംഭവം മുഴുവനും കൂടെ പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇരുട്ടുണ്ടായി, ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് താഴോട്ട് വന്നിട്ട് 50-ാമത്തെ വാക്യത്തിൽ യേശു പിന്നെയും
ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. ആ നിലവിളിയുടെ ആ നിലവിളിയാണ് എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നു എന്നുള്ള മട്ടില യോഹന്നാൻ കുറിച്ചിരിക്കുന്നത്. ഇത് തമ്മിൽ ഒരു വൈരുദ്ധ്യവുമില്ല. ഒരു ന്യായമായിട്ട് ചിന്തിക്കുന്ന ആളിന് ഇതിനകത്ത് വൈരുദ്ധ്യം തോന്നേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ തോന്നുന്നെങ്കിൽ ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയില്ല. തൽമൂദിൽ പറഞ്ഞിട്ടുള്ളത് തൽമൂദിൽ തന്നെ ഉള്ളതാണ്. ജോൺ ഗിൽക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഈ മാക്ഡവലിനെ പോലെ തന്നെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റിന്റെ ബുക്കിൽ നിന്നാണ് ഇതെടുത്തിട്ടുള്ളത്. യെരുശലേം തൽമൂദിലാണ് അതുള്ളത്. അത് എടുത്ത് അദ്ദേഹത്തിന് കണ്ടെത്തി പഠിക്കാവുന്നതേ ഉള്ളൂ. NIV-യിൽ നിന്നാണ് അദ്ദേഹം ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞ NIV പൊതുവെ വിശ്വാസികള് പാരാഫ്രൈസ്ഡ് ആയിട്ട് റീസ്റ്റേറ്റ് ചെയ്ത ഒരിതായിട്ടാണ്. KJV ആണ് മോസ്റ്റ് ഒതന്റിക് ആയിട്ടുള്ള പുസ്തകം. അതുകൊണ്ട് KJV-യിലെയാണ് കൂടുതൽ ഒറിജിനലോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. ഇനി തിരുത്താൻ ശ്രമം നടത്തി എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഇപ്പോഴത്തെ സ്റ്റഡി അനുസരിച്ച് 1 യോഹന്നാനില് ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളിലെ കയ്യെഴുത്ത് പ്രതികളിൽ ഈ വാക്യം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ വേദപണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. അല്ലാണ്ട് അത് തിരുത്താൻ ശ്രമിച്ചതൊന്നും അല്ല. ഇനി ഈ തിരുത്താൻ ശ്രമം ഇസ്ലാമിലുണ്ടോ? ഇപ്പൊ ഒരു പത്രത്തിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. സൗദി അറേബ്യയിൽ കുറെ ഖുറാനുകൾ നിരോധിച്ചെന്ന് പലര് അവതരിപ്പിച്ചത്. അപ്പൊ അവിടെ തിരുത്താൻ ശ്രമം ഇല്ലായിരിക്കാം. ഇനിയും അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചല്ലെന്ന് പറഞ്ഞ് ഖുറാൻ തന്നെയാണ് പറയുന്നത് ദൈവവചനം തിരുത്താൻ പറ്റത്തില്ല, അത് നഷ്ടപ്പെടാനും സാധിക്കത്തില്ല, അത് മുസ്ലിമിന് നേരെ ജീവിക്കാനുള്ള കൽപ്പനകൾ അടങ്ങിയതാണ്, അത് നഷ്ടപ്പെട്ടെങ്കിൽ അള്ളാഹു പരാജയപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് കൺഫ്യൂഷന്റെ സംശയത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അള്ളാഹു എഴുതിയ കുറെ പ്രവാചകന്മാർക്ക് നൽകിയ വചനങ്ങൾ നഷ്ടപ്പെട്ടെങ്കിൽ അള്ളാഹു പരാജയപ്പെട്ടു. കാരണം അതേ അള്ളാഹു മുഹമ്മദിലൂടെ പറയുന്നുണ്ട്, ഈ വചനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾ വിശ്വസിക്കണം, അതിൽ നിങ്ങൾക്ക് പ്രബോധനമുണ്ട്. ഖുറാൻ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മുൻ പ്രവാചകന്മാര് പറഞ്ഞത് മുഴുവനും ഖുറാനിൽ ഇല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞ വചനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം വേദപുസ്തകം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച കാളിദാസന്റെ അവസ്ഥ തന്നെയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഗ്രന്ഥത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമായിരിക്കും. അള്ളാഹുവാണ് ഇത് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചത്. ഇനിയും 2-ാം നൂറ്റാണ്ട് സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ തന്നെ ആർട്ടിക്കിളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നോസ്റ്റിക് സുവിശേഷങ്ങളാണെന്ന്. അദ്ദേഹത്തിന്റെ ഇതിൽ തന്നെയുണ്ട്, മാഗസിനിൽ അദ്ദേഹത്തിന്റെ തന്നെ ഇതിലുണ്ട്. അതിനെക്കുറിച്ച് വലിയ ആഘോഷിക്കാനൊന്നുമില്ല. അത് സുവിശേഷങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ട, സുവിശേഷങ്ങളെല്ലാം ഉദ്ധരിക്കപ്പെട്ട, സഭ അംഗീകരിക്കപ്പെട്ട ശേഷം വേറെ ആരൊക്കെയോ നോസ്റ്റിക്കുകൾ എന്ന് പറഞ്ഞ തത്വശാസ്ത്രം വിശ്വസിക്കുന്നവർ എഴുതിയ കൃത്രിപ്പുള്ള പുസ്തകങ്ങളാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ ഞങ്ങൾ ഇനി ഉത്തരം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഡാവിഞ്ചി കോഡിനെ ആഘോഷിച്ചു. എന്നാൽ ഡാവിഞ്ചി കോഡിന്റെ 369-ാമത്തെ പേജ് പറയുന്നുണ്ട് എല്ലാ മതങ്ങളും കൃത്രിമമാണ്, ഇസ്ലാം ഉൾപ്പെടെ. അപ്പം അതിന്റെ പേരിൽ സന്തോഷിക്കാനോ കവർ പേജ് ഉണ്ടാക്കാനോ വാസ്തവത്തിൽ ന്യായമായ ഒരു കാര്യവുമില്ല. ഇനിയും യാംനിയ കൗൺസിലാണ് കാനോൻ അംഗീകരിച്ചെന്ന്. അദ്ദേഹത്തിന് കാനോനികത എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വേണ്ട ധാരണയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാനോനികത അംഗീകരിക്കുന്ന സഭയാണ്. അത് ഏതെങ്കിലും കൗൺസിലിൽ വെച്ച് അതിന്റെ ലിസ്റ്റ് സ്വീകരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാനോനികത അംഗീകരിക്കുന്നത് കൗൺസിലല്ല, അതത് സഭകൾ അതാത് കാലത്താണ്. അത് അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ് സെപ്റ്റുവാജിന്റിൽ വന്നത്. അത് പക്ഷേ ഒരു രേഖയിലൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടത് യാംനിയ കൗൺസിലായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നയിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷത്തില് മറിയയെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന്. ഈ ജീനിയോളജി പറയുന്നതിന് തൊട്ടു മുമ്പ് മറിയയാണ് വാസ്തവത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു സോഴ്സ്. അതുകൊണ്ടാണ് മറിയയുടെ രീതിയിലുള്ള ജീനിയോളജി വന്നത്. ഇനിയും 2:53 ലൂക്കോസ് 2:53 അതുള്ളത്. മാത്രമല്ല ആ കാലങ്ങളിൽ ഈ കാലത്ത് പോലും മരുമക്കളെ മക്കളെന്ന് വിളിക്കുന്ന രീതിയുണ്ട്. അല്ലാത്തവര് എന്തോ കുഴപ്പമുള്ളവരാണ്. അതായത് മറിയയുടെ പിതാവായ ഹേലി തന്റെ മരുമകനെ മകനായിട്ട് കണക്കാക്കി എന്ന് പറഞ്ഞ് വലിയ പാപമാണെങ്കിൽ ആ പാപം ബൈബിളിൽ വന്നുപോയതിൽ നിങ്ങൾ ഖേദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചുള്ള പരാതിയൊന്നുമില്ല. ഇനിയും ഒറിജിനൽ എവിടെയെന്ന് ചോദിച്ചു വലിയ അപരാധമാണെന്നാണ്. ഒറിജിനൽ കാണാതെ തിരുത്തപ്പെട്ടു എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഒറിജിനൽ കാണാതെ എങ്ങനെ തിരുത്തപ്പെട്ടെന്ന് പറയുന്നു? ഇപ്പൊ എന്റെ ഒരു പേനയുണ്ടെന്ന് വിചാരിക്കുക, ഇത് പാർക്കർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പാർക്കറാണോ അല്ലയോ എന്ന് എനിക്കറിയണമെങ്കിൽ പാർക്കർ പേനായുമായിട്ട് താരതമ്യപ്പെടുത്തിയേ പറ്റൂ. ഒറിജിനൽ കാണാതെ ഒരാള്
തിരുത്തി എന്ന് പറയുന്നത് സർവാബദ്ധമാണ്. അപ്പം ബൈബിളിന്റെ അല്ലെങ്കിൽ പ്രവാചകന്മാർക്കെടുത്ത പുസ്തകങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒറിജിനലുമായിട്ട് താരതമ്യപ്പെടുത്തിയേ പറയാൻ കഴിയൂ. ഇനിയും ഈ ഒറിജിനലുകൾ ആരെയോ സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ സർവശക്തനെ ഏൽപ്പിച്ചു. സർവശക്തൻ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർക്ക് അത് സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? അക്ബർ സാഹിബ് ഇവിടെ നിങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞ ശരിയാണോ? ഖുറാൻ നിങ്ങൾ ഞങ്ങളെന്ന് പറയുന്നുണ്ടോ ക്രിസ്ത്യാനികളെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും? ഇല്ല. ഖുറാൻ പറയുന്നത് ഇത് രണ്ടും ഒന്നാണ്. ഈ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെല്ലാം ഞങ്ങൾക്കും ബാധകമാണ്. അത് ഞങ്ങൾക്കും പഠിക്കേണ്ടതാണ്, അത് വിശ്വസിക്കേണ്ടതാണ്, അനുസരിക്കേണ്ടതാണ്. അബ്രഹാം മുതലുള്ള ക്രിസ്തീയ ട്രഡീഷനിൽ വരുന്ന, അല്ലെങ്കിൽ യഹൂദ ട്രഡീഷനിൽ വരുന്ന പിതാക്കന്മാരെല്ലാം നിങ്ങളുടെയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പം പിന്നെ ഞങ്ങളും നിങ്ങൾ ഇതിലാ പറയുന്നത്? ഞങ്ങളെയല്ല ഏൽപ്പിച്ചത്, അള്ളാഹു തന്നെ ആരൊക്കെയോ ഏൽപ്പിച്ചു. അവരിൽ ഞങ്ങളും വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളും വിശ്വസിക്കുന്നുണ്ടായി, അത് വേറൊരു കാര്യം. ആ സൂക്ഷിച്ചവര് പരാജയപ്പെട്ടുവെങ്കിൽ അള്ളാഹു പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ന് അതിൽ നിന്നുള്ള ഉദ്ബോധനങ്ങള് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സ്രോതസ് ഇല്ലാതെയായിരിക്കുന്നു. അള്ളാഹുവിന്റെ പരാജയം നിങ്ങൾക്ക് ആഘോഷിക്കണമെങ്കിൽ നിങ്ങൾ ആഘോഷിച്ചോളൂ. ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പ് മുറിച്ച് താഴെ വീണോളൂ. ഞങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങളോട് അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയാനേ ഉള്ളൂ. ഇനി ക്യൂ സ്രോതസിനെ കുറിച്ച്, ക്യൂ സ്രോതസ് എന്നൊരു സ്രോതസ് ഇല്ല. ഇറ്റ് ഈസ് ആൻ അസ്യൂംഡ് തിങ്. ക്യൂ സ്രോതസ് എന്നും പറഞ്ഞൊരു MSS എവിടുന്നേലും കണ്ടെടുത്തിട്ടുണ്ടോ? അതുപോലെ ആ ഭാഗം അദ്ദേഹം വായിച്ചു തന്നെ ഇംഗ്ലീഷ് അറിയാവുന്നൊരു മനസ്സിലായി കാണുമല്ലോ. അത് FF ബ്രൂസ് തന്റെ അഭിപ്രായമായിട്ട് പറയുന്നതല്ല. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പം ഇങ്ങനെ ഈ ചെറിയ കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്നിട്ട് എവിടുന്നേലും ഒരു അക്ഷരത്തെ കോപ്പിയിസ്റ്റ്. ആ കാലത്ത് ഏതിലാണ് കോപ്പി എഴുതിയെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ച പോലെ ചെടിയുടെ തല്ലിയെടുത്ത പാപ്പൈറസിലാണ് എഴുതിയിരുന്നത്. അവിടെ ഈ വരയും കുരയൊക്കെ ഇട്ട് എഴുതിയിരുന്നത് ആരെങ്കിലും കോപ്പി ചെയ്യുമ്പോൾ സ്മഡ്ജ് ചെയ്യോ അങ്ങനെ വല്ലതും ചെയ്ത് ഒരു ചെറിയ വ്യത്യാസം വന്നു പോയാൽ ആ കോപ്പി ചെയ്ത ആളിന് കോപ്പിംഗ് എറർ ഉണ്ടാകും. ഒരു കോപ്പിയിസ്റ്റിന് കോപ്പിംഗ് എറർ ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹം മനുഷ്യനല്ല, അദ്ദേഹം ദൈവം തന്നെയാകണം. ദൈവമല്ല കോപ്പിംഗ് ചെയ്തത്. ഖുറാനെ സംബന്ധിച്ചോ ബൈബിളിനെ സംബന്ധിച്ചോ കോപ്പി ചെയ്യുന്നവർക്ക് ദൈവിക നിശ്വാസ്യത ആരും അവകാശപ്പെടുന്നില്ല, ഖുറാനുമില്ല. ഇത് രണ്ടും രണ്ടായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ബലഹീനതയുള്ള ഭാഗം തന്നെ ഞങ്ങളുടെ ബലഹീനതയായിട്ട് ആരോപിക്കുന്നത് എന്തിനാ? കോപ്പിയിസ്റ്റിനില്ല. അനേക ഖുറാനിക് വേരിയൻസ് ഉണ്ട്. അത് പലതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു 6-7 എണ്ണം വേണേ കാണിക്കാം, അതിന്റെ പടങ്ങൾ കാണിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ കോപ്പിയിസ്റ്റിന് ദൈവ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അവർ ആത്മാർത്ഥതയുള്ള ആത്മീയനായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ പോലും ഒരക്ഷരം മാഞ്ഞുപോയാൽ അതെന്താണെന്ന് ഗണിച്ചെഴുതാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവകൃപയാൽ ക്രിസ്തീയ ട്രഡീഷനിൽ ധാരാളം റിസർച്ച് ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഈ റിസർച്ച് ഉള്ളത് കൊണ്ട് ഇതെല്ലാം പരിശോധിക്കാനും ഇതെല്ലാം അറിയാനും അറിഞ്ഞു ഗ്രഹിക്കാനും ഇദ്ദേഹം ഉദ്ധരിക്കുന്ന ഇതെല്ലാം ക്രിസ്തീയ ആൾക്കാർ തന്നെ എഴുതിയതാ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവര് അത്രയ്ക്ക് ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്ന ആ വാസനയുള്ളവരാണ്. സത്യം മനസ്സിലാക്കാനുള്ള ത്വരയുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ ഉദ്ധരിച്ച ഇവര് പലരും ലിബറൽ തിയോളജിയുടെ അണ്ണന്മാരാണ്, ആശാന്മാരാണ്. ബൈബിളിനെതിരാണ്. അവർ ബൈബിൾ വിശ്വസിക്കുന്നവരല്ല. അവർ യേശുവിനെ കർത്താവെന്ന് സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ചവരല്ല. അങ്ങനെയുള്ളവരാണ് ഈ ബ്രൗൺ എന്നൊക്കെ പറയുന്നവര് ലിബറൽ തിയോളജിക്കാരാണ്. അങ്ങനെയുള്ളവര് ഗവേഷണം നടത്തി ചെയ്യട്ടെ. ഞങ്ങൾ അതിനെതിരെ ഒന്നും പറയുന്നില്ല. ഡാമിഞ്ചി കോഡ് എഴുതി ഞങ്ങളാരെങ്കിലും കല്ലെറിയാൻ പോയോ? ആരും പോയില്ല. ഞങ്ങളും പോയി കണ്ടു. അതേസമയത്ത് പ്രവാചകൻ എന്നും പറഞ്ഞൊരു കാർട്ടൂൺ വരച്ചതിന് എന്ത് ബഹളമായിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ന്യായമായിട്ട് ഒരാൾക്ക് മനസ്സിലാകാനുള്ള എല്ലാ വിശദീകരണങ്ങളും പച്ച മലയാളത്തിലും കുറച്ചൊക്കെ ഇംഗ്ലീഷിലും തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരല്ല, ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. എന്നാൽ യേശുവിന്റെ മാർഗമല്ലാതെ മനുഷ്യന് പാപമോചനത്തിനായിട്ട് ഒരു മാർഗവും ഇല്ല. പാപമോചനം വേണോ? സ്വർഗത്തിൽ പോകണോ? യേശുവിൽ വിശ്വസിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. അതിന് മുട്ടുതർക്കങ്ങളോ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടോ പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. ഈ സമയം തന്നതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനി ചോദ്യോത്തരത്തിന്റെ സമയമാണ്. ശരി. അല്ല, എന്താ വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആവണല്ലോ എല്ലാരും അങ്ങനെ തന്നെയല്ലേ? സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ എല്ലാറ്റിനും മറുപടി പറഞ്ഞു എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ആത്മസംതൃപ്തി കിട്ടുമെങ്കിൽ
അത് കിട്ടിക്കൊള്ളട്ടെ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരെണ്ണത്തിന് പോലും കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല എന്നത് സത്യം. മത്തായി 8 തവണ 8 വചനങ്ങളിൽ ആണ് ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. യോഹന്നാൻ ഒറ്റ വചനത്തിലാണെന്നാണ്. അതാണ് മറുപടി. ഈ മത്തായി 8 വചനങ്ങളിൽ ദീർഘമായി പറഞ്ഞിട്ട് പോലും യോഹന്നാൻ പറഞ്ഞ തലചായ്ച്ച് എല്ലാ നിവൃത്തിയായിരിക്കുന്നു എന്നൊരു വചനം പറഞ്ഞില്ല. അവിടെയാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ആ 8 വചനങ്ങളിലും പൊട്ടിക്കരഞ്ഞ് പ്രയാസപ്പെടുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ഈ യോഹന്നാൻ പറഞ്ഞ ഒരു വചനത്തില് ഈ പരാമർശം 8 വചനത്തിലില്ല. പിന്നെ ഞാൻ ഉദ്ധരിച്ചത് തെറ്റ്, ദൈവത്തിന്റെ സുവിശേഷം NIV തെറ്റ് നല്ലതാണ്. ഇത് ഗ്രീക്ക് ബൈബിളാണ്. ഗ്രീക്ക് ബൈബിൾ ഒന്ന് പരിശോധിച്ചു നോക്ക്. എന്താ പറയണത്? ദൈവത്തിന്റെ സുവിശേഷം തന്നെയാണ്. NIV തെറ്റാണ്, ശരിയായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈബിളെല്ലാം ഒരേപോലല്ലേ. ആ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ച അത് വലിയൊരു കാര്യമായിട്ട് ഉദ്ധരിച്ചിട്ടില്ല. ദൈവത്തിന്റെ സുവിശേഷം എന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വലിയ എന്തൊരു പാതകം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളത്തിലുള്ള മറ്റു ബൈബിളുകളാണ്. അവിടെ ഗ്രീക്ക് ബൈബിളിൽ ദൈവത്തിന്റെ സുവിശേഷം എന്ന് തന്നെയാണ്, പരിശോധിക്കാവുന്നതാണ്. പിന്നെ 1 യോഹന്നാൻ 5:7 ഏറ്റവും അതിനേക്കാളും പുരാതന കയ്യെഴുത്ത പ്രതികളിൽ ഉണ്ടായിരുന്നു എന്ന് പുതുതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന. അത് കണ്ടെത്തി വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. പക്ഷേ ഈ വചനങ്ങളിൽ തന്നെ ഇപ്പൊ സത്യവേദ പുസ്തകത്തിൽ അതില്ല. ഇപ്പൊ പുതിയതായി ഇറങ്ങുന്ന റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിലില്ല, ഒരുപാട് ബൈബിളുകളിലില്ല. മാത്രമല്ല ദ ഡെയിലി സ്റ്റഡി ബൈബിൾ എന്ന ബൈബിൾ പഠനത്തിനു വേണ്ടിയുള്ള 10-12 വോളിയംസ് ഉള്ള ഗ്രന്ഥം ജോൺ ബാർക്ലേയുടേതാണ് ഗ്രന്ഥം. ബാർക്ലേ ഈ രംഗത്ത് കൃത്യമായി പറയുന്നുണ്ട്. എന്താണ്? പ്രിസില്യന്റെ കയ്യെഴുത്ത് പ്രതികളിൽ ആദ്യം മാർജിനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വചനം 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കാണ് ബൈബിളിന്റെ അകത്തേക്ക് കയറിയത്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക, പഠിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഫോട്ടോ കോപ്പിന്റെ കയ്യിലുണ്ട്. അപ്പോ ഇങ്ങനെ കയറിയിട്ടുണ്ടോ ഇറങ്ങിയിട്ടുണ്ടോ എന്നെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. പിന്നെ തിരുത്താൻ കഴിയില്ല എന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു, പടച്ചവന്റെ വചനം തിരുത്താൻ കഴിയില്ല. പടച്ചവന്റെ വചനം ദിവ്യവചനമാണ്. എന്നാൽ ആ വചനങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയുണ്ടാക്കിയാൽ അത് ഉദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും എഴുതിയാൽ അത് തിരുത്തൂല എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ അംഗീകരിക്കാൻ പറയുന്ന, ആദരിക്കാൻ പറയുന്നത് ദൈവിക വചനങ്ങളെയാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനുണ്ട്. ഇപ്പറഞ്ഞ ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും കൃത്യമായി വഴി നടത്താൻ കഴിയുന്ന വളരെ വ്യക്തമായ വേദഗ്രന്ഥം. അത് സത്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞങ്ങൾ സത്യപ്പെടുത്തുന്നു ബൈബിളിലെ. അത് സത്യപ്പെടുത്താത്ത കാര്യങ്ങൾ ഞങ്ങൾ സത്യപ്പെടുത്തുന്നുമില്ല. വ്യക്തമായി മാനദണ്ഡം നമ്മുടെ കയ്യിലുണ്ട്. സത്യാസത്യ വിവേചകം പരിശുദ്ധ ഖുർആൻ പറയുന്നത് അൽ ഫുർഖാൻ എന്നാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പിന്നെ ഡാവിഞ്ചി കോഡിനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ സംസാരത്തിലൂടെ ഡാവിഞ്ചി കോഡൊന്നുമില്ലല്ലോ. എന്റെ മാസികയിലെ ഒരു പരാമർശമാണ് നോസ്റ്റിക്കുകളുടെ സുവിശേഷം. ശരിയാണ്. എന്റെ ചോദ്യം ഇതാണ്: നോസ്റ്റിക്കുകളുടേത്, പോളിയന്മാരുടേത്, ആര്യന്മാരുടേത്, ഇങ്ങനെ പലരുടേതും, അതേപോലെ തന്നെ ഈ മാർസിയന്മാരുടേത്, ഇങ്ങനെ പലരുടേതുമായിരുന്നു ഈ ഗ്രന്ഥങ്ങൾ. പലരുടെ ഗ്രന്ഥങ്ങളും അതിൽ പോളിയന്മാരുടെ ഗ്രന്ഥങ്ങൾ മാത്രം അവശേഷിച്ചു. അത് തന്നെയാണ് പ്രശ്നം. മറിച്ച് നോസ്റ്റിക്കുകളുടേത് പോയി. എവിടെ പോയി? അതേപോലെ തന്നെ ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ പോയി. അതോടൊപ്പം ഒറിജിനൽ നഷ്ടപ്പെട്ടു. എവിടെ പോയി അറിയില്ല. തിരിച്ചെടുക്കാൻ ഇതെല്ലാം നിലനിൽക്കുന്ന അവസ്ഥയിൽ തിരിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ പോളിന്റെ ആളുകൾ നശിപ്പിച്ചോ എനിക്കറിയില്ല. ഏതായിരുന്നാലും ഒരു ക്യൂ സ്രോതസ് ഉണ്ടായിരുന്നു എന്നത് ബ്രൂസിന്റെ മാത്രമല്ല, ഒരുപാട് പണ്ഡിതന്മാരുടെ കൃത്യമായ ഗവേഷണമാകുന്നു. ആ ഗവേഷണ പ്രകാരമാണ് ഞാൻ ക്യൂ സ്രോതസിനെ പറ്റി പറഞ്ഞത്. അത് ഗവേഷണം നടത്തിയാലും ഇല്ലെങ്കിലും പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്ത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുവിശേഷം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സുവിശേഷം ആണ് നമ്മൾ അംഗീകരിക്കുന്നത്, ആദരിക്കുന്നത്. അതല്ലാതെ ഇതല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ മറിയയെ മകനാക്കിയ പ്രശ്നമാണ്. പിന്നെ മറിയയെ കുറിച്ചാണ് ലൂക്കോസിൽ പറയുന്നതെന്നെല്ലാം പറഞ്ഞു. തീർച്ചയായും ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലെ 23 മുതൽക്കുള്ള വചനങ്ങളിൽ എവിടെയും മറിയ പ്രത്യക്ഷപ്പെടുന്നില്ല. മത്തായിയിലും മറിയുണ്ട്.
മറിയ മത്തായിലില്ലാത്ത ഒരാളല്ല, മത്തായിലും മറിയയുണ്ട്. പക്ഷേ വംശാവലിയിൽ മറിയയില്ല. ഇതേപോലെ ലൂക്കോസിലും വംശാവലിയിൽ മറിയയില്ല. ലൂക്കോസ് പറയുന്നത് പ്രത്യേകം പറയുന്നു, ഇത് മറിയയുടെ ഭർത്താവായ അല്ലെങ്കിൽ മറിയയുടെ ഇവളുടേത് എന്ന് കരുതപ്പെട്ടിരുന്ന എന്ന് യോസഫ് എന്ന് തന്നെ. അവിടെ എന്തേ മറിയയുടേതെന്ന് നേരെ പറഞ്ഞാൽ പോരെ? ഇതില്ല. മറിച്ച് കൃത്യമായി പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ വൈരുദ്ധ്യമായി തന്നെ മാറുകയാണ്. ഒറിജിനൽ കാണാതെ എങ്ങനെ തിരുത്തപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്ന? ഞങ്ങളുടെ വാദം തിരുത്തപ്പെട്ടു എന്നല്ല, ഞങ്ങളുടെ വാദം തിരുത്തപ്പെട്ടു എന്നല്ല, തെറ്റിദ്ധരിക്കരുത്. ഖുർആനിന്റെ വാദം നിങ്ങൾ വേദഗ്രന്ഥത്തെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു, നിങ്ങളുടെ കൈകൾ കൊണ്ട് ചിലത് എഴുതിയിട്ടുണ്ടാക്കിയത് വേദമാണെന്ന് പറഞ്ഞു എന്നാണ്. എന്നാൽ അതിൽ വേദമില്ലേ? വേദമുണ്ട്. അതും യഹൂദന്മാരോട് ഖുർആൻ സംസാരിക്കുന്നതും ക്രൈസ്തവരോട് സംസാരിക്കുന്നതും വ്യത്യാസമുണ്ട്. രണ്ട് രൂപങ്ങളിലാണ് വേദവുമായി ബന്ധപ്പെട്ട വിഷയം. പിന്നെ നമ്മൾ സഹോദരന്മാരല്ലേ എന്നാണ്, എല്ലാ കാര്യത്തിലും നമ്മൾ സഹോദരന്മാരാണ്. ഈ പരിശുദ്ധ ഖുർആൻ തന്നെ നാം തീർച്ചയായും ഒരു പൊതുവായ ധാരയുടെ പൊതുവായ അടിസ്ഥാന ആദർശത്തിന്റെ വക്താക്കൾ എന്നുള്ള നിലക്ക് പറയുമ്പോൾ തന്നെ ഖുർആൻ പറയുന്നു, നമ്മൾ ഒരിക്കൽ ഒന്നിച്ച് അംഗീകരിക്കേണ്ട ഒരു തത്വത്തിലേക്ക് നിങ്ങൾ വരണം എന്ന്. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലു ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും. വേദക്കാരുടെ വേദഗ്രന്ഥത്തിന്റെ ആളുകളെ, നിങ്ങൾ ഒരേ തത്വത്തിലേക്ക് വരാൻ. നമ്മൾ രണ്ടു കൂട്ടരും ഒരേപോലെ അംഗീകരിക്കുന്ന തത്വം സൃഷ്ടാവായ തമ്പുരാനല്ലാതെ ആരാധ്യനല്ല എന്നുള്ള തത്വം. ആ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന തത്വത്തിലേക്ക് നിങ്ങൾ വരണം. ഞങ്ങൾ അവിടെയാണുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. തീർച്ചയായും ആദർശപരമായ സംസാരത്തിൽ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ വേണ്ടിയാണല്ലോ സംവാദം നടക്കുന്നത്. അപ്പോ എന്തായിരുന്നു എന്ന് കാര്യങ്ങൾ പറഞ്ഞതാണ്. തീർച്ചയായും കോപ്പിങ് എറേഴ്സിനെ കുറിച്ചാണ് വീണ്ടും പിന്നെയും പറഞ്ഞത്. കോപ്പിങ് എറേഴ്സ് അല്ല പ്രശ്നം, ഒറിജിനലിലുള്ള സാധനമാണ് ഈ പറയുന്നത്. ഒറിജിനലിലുള്ളതാണ്. കോപ്പി ചെയ്തപ്പോൾ ഉള്ള സംഗതികൾ ഞാൻ ഇവിടെ വേറെ പറഞ്ഞു. കോപ്പി ചെയ്തപ്പോൾ സംഭവിച്ച അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ഞാൻ പറഞ്ഞ വൈരുദ്ധ്യങ്ങളിൽ ഏതെങ്കിലും ഒറിജിനലിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഏതെങ്കിലും? ഞാനിവിടെ എഴുതിത്തരാം, 1000-ഓളം വൈരുദ്ധ്യങ്ങൾ എഴുതിത്തരാം. ഇതിലേതെങ്കിലും ഒറിജിനലിൽ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഏത് ഒറിജിനലിൽ, ഏത് മാനുസ്ക്രിപ്റ്റിൽ ഇല്ല എന്ന് പറയാൻ കഴിയുമോ? കോപ്പിങ് എറർ അഥവാ ലഭിച്ച മാനുസ്ക്രിപ്റ്റ്സിൽ ഉള്ളതാണ്. ആ മാനുസ്ക്രിപ്റ്റ്സിൽ ഉള്ള എററാണ്. അതാണ് ഇന്ന് ആ എറർ ഉള്ള മാനുസ്ക്രിപ്റ്റ് മാത്രമേ ഇന്ന് നമ്മുടെ കയ്യിൽ സ്രോതസ്സായിട്ടുള്ളൂ. അപ്പൊ ഇതിൽ എറർ ഉണ്ടെങ്കിൽ ആശയത്തിലുള്ള എറർ എങ്ങനെയാണ് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുക? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇതാ നിങ്ങൾക്ക് വേദഗ്രന്ഥം, സംശയമൊന്നും വേണ്ട. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാ മനുഷ്യർക്ക് ജന്മാർഗമനുസരിച്ച് ജീവിക്കണമെന്നുള്ളവർക്ക് കൃത്യമായി മാർഗനിർദ്ദേശം നൽകുന്ന വ്യക്തമായൊരു വേദഗ്രന്ഥം ഇതാ, നിങ്ങൾക്ക് പരിശോധിക്കാം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടെ ആദിബാബാണ് കാര്യമായിട്ട് എടുത്തുദ്ധരിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്കറിയാം ആദിബാബ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഒരു സംസാരത്തിന് ഒരുങ്ങിയിട്ടായിരിക്കണം നിങ്ങൾ വന്നത്. തീർച്ചയായും ഞങ്ങൾ ഇപ്പോൾ ഈ വേദിയിൽ അതിന് സന്നദ്ധരല്ല. സാധാരണയായി ക്രൈസ്തവ മിഷനറിമാരുടെ ഒരു ഏർപ്പാട് തന്നെയാണത്, വിഷയത്തിൽ നിന്ന് തെന്നിമാറുക എന്നത്. ഈ വിഷയം സംസാരിച്ചു നമ്മൾ 3 തവണ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. സത്യം മനസ്സിലാക്കാൻ കുറച്ചെല്ലാം കഴിവുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ 2 കൂട്ടർ റെക്കോർഡും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണടച്ചിട്ട് ആർക്കും ഇരട്ടാക്കാൻ കഴിയില്ല. സത്യം സത്യമായി മനസ്സിലാക്കുക. ഇവിടെ ഒരു ദൈവികമായ സ്രോതസ് എന്നുള്ള നിലക്ക് ബൈബിൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് 10 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. 10നും വിശദീകരണം നൽകപ്പെട്ടിട്ടില്ല. ഒരെണ്ണം പോലും കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല. സൃഷ്ടാവായ തമ്പുരാൻ സത്യസന്ധമായി കാര്യങ്ങളെ കാണുവാനും സന്മാർഗത്തിലൂടെ നടക്കുവാനും യേശുവും മോശയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാം പഠിപ്പിച്ച പാതയിലൂടെ അവരെല്ലാവരും പോകുന്ന സ്വർഗരാജ്യത്ത് ഒരുമിച്ചിരിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമാണ്. 2 ഭാഗത്തോടും ചോദിക്കേണ്ടതാണ്. ഇടവിട്ട് ക്രിസ്തീയ വിഭാഗത്തോട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അത് കഴിഞ്ഞ് ഇസ്ലാം വിഭാഗത്തോട് ചോദിക്കുക. പിന്നെ ചോദ്യങ്ങൾ കഴിയുന്നതും വളരെ ചുരുക്കി ചോദിക്കാൻ ശ്രമിക്കണം. ഇനി അധികം സമയമില്ല, നമുക്ക് ഏതാണ്ട് അരമണിക്കൂറോളം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് 1 മിനിറ്റിനുള്ളിൽ ചോദ്യം ചോദിക്കണം. അതുപോലെ ഉത്തരവും
കഴിയുന്നത്ര ചുരുക്കി പറയാൻ ശ്രമിക്കണമെന്ന് അപേക്ഷയുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നവരുടെ പേരും കൂടെ ഒന്ന് പറയണം. എൻ്റെ പേര് അബ്ദുൾ റഷീദ് പോത്തൻകോട്. എൻ്റെ ചോദ്യം ഇതാണ്. പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 16-ാം വചനത്തിൽ പറയുന്ന ലവോദിക്ക ലേഖനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വചനത്തിൽ അത് ഇന്നത്തെ പുതിയ നിയമം ബൈബിളിൽ കാണുന്നില്ല. അത് എവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, വെളിപാട് പുസ്തകത്തിലെ 22-ാം അധ്യായത്തിൽ 18-19 വചനങ്ങൾ പറയുന്നു, ഇതിൽ നിന്ന് ആരെങ്കിലും ഒരു വചനം കൂട്ടിച്ചേർത്താൽ ആ ആൾക്ക് ബൈബിൾ ആ പുസ്തകത്തിൽ പറയുന്ന മഹാരോഗം ബാധിക്കുമെന്നും, അഥവാ ആരെങ്കിലും അതിൽ നിന്ന് ഒന്ന് നീക്കം ചെയ്താൽ ആ ആളെ അതുപോലെ തന്നെ മഹാബാധ ഏൽക്കുമെന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. വേദപുസ്തകത്തിന്റെ വിശ്വാസ്യതയുടെ രീതിയെക്കുറിച്ച് വേണ്ട ധാരണയില്ലാത്തതുകൊണ്ട് വരുന്ന ഒരു സംശയമാണിത്. വേദപുസ്തകം ഒരു വിശ്വാസിയുടെ അടുത്ത് കിട്ടുന്നത് 7 പടിയുള്ള ഒരു പ്രക്രിയ വഴിയാണ്. ഒന്നാമത് റെവലേഷൻ, രണ്ടാമത് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ നിശ്വാസ്യത, മൂന്നാമത് അതിന്റെ കാനോനികത, പിന്നെ അതിന്റെ സസ്റ്റനൻസ്, അതിന്റെ അനിമേഷന്, അതിന്റെ ട്രാൻസ്മിഷന്, ഇങ്ങനെ 7 പടികൾ വഴിയാണ് വചനം ഒരാളുടെ അടുത്തെത്തുന്നത്. വേദപുസ്തകത്തിൽ റിവീല് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വേദപുസ്തകം തന്നെ പറയുന്നില്ല. അതായത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ തന്നെ ജീവിതം മുഴുവൻ റെവലേഷനാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം മുഴുവന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ വെളിപ്പാട് കഴിഞ്ഞ് ദൈവം തന്നെ ചെയ്യുന്ന നിശ്വാസ്യത എന്നുള്ള പ്രക്രിയയിൽ ഇതിലേതൊക്കെയാണ് എഴുതി സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് ദൈവാത്മാവ് നിശ്ചയിക്കുകയും അതാണ് പിന്നീട് ലഭിക്കുകയും ചെയ്തത്. അങ്ങനെ എഴുതപ്പെട്ട് കിട്ടിയതിൽ ഏതൊക്കെയാണ് കാനോനികമെന്ന് ദൈവത്തിന്റെ ഉദ്ദേശം അനുസരിച്ച് സ്വീകരിച്ച, അങ്ങനെയാണ് കാനോനികത നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം ഒരു ലവോദിക്ക ലേഖനം ഉണ്ടായിരുന്നിരിക്കാം. ആ ലേഖനം ഉള്ളതുകൊണ്ട് മാത്രം വേദോസത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. അത് നിശ്വാസീയമായിട്ട് എഴുതി സംരക്ഷിക്കപ്പെടണമെന്ന് ദൈവം തീരുമാനിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. ലവോദിക്ക ലേഖനം വേദപുസ്തകത്തിൽ എഴുതി കാനോനികത വഴി അംഗീകരിക്കപ്പെട്ട ജീവോത്സുകത വഴി ഒരു വിശ്വാസിയുടെ അടുത്ത് ചെന്ന് പരിശുദ്ധാത്മാവിന്റെ ഇലുമിനേഷൻ വഴി അവനത് സ്വീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ആ ലേഖനം ബൈബിളിൽ കാണാത്തത്. ഒരു ചോദ്യത്തിന് അടുത്ത ചോദ്യം. എന്റെ പേര് ടോമിച്ചൻ എന്നാണ്. ഈ ഖുറാനെ കുറിച്ചാണ്. ഖുറാൻ ബൈബിളിന്റെ ദൈവികതയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. യൂനുസ് 10:94 നാം തങ്ങൾക്ക് അവതരിപ്പിച്ച ഈ മാർഗദർശനത്തിൽ വല്ല സന്ദേഹവുമുണ്ടെങ്കിൽ താങ്കൾക്ക് മുൻ വേദം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചു നോക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് വേദം പാരായണം ചെയ്തിരുന്ന മുഹമ്മദ് നബിയുടെ കാലത്ത് 7-ാം നൂറ്റാണ്ടിൽ വേദം പാരായണം ചെയ്തിരുന്നവരുണ്ടെന്നും അവരോടാണ് ഈ സംശയം ചോദിക്കേണ്ടതെന്നുമാണ്. അപ്പൊ അതായത് എനിക്ക് മനസ്സിലായ 2 കാര്യം. ഈ തന്ന പുസ്തകത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടത് ഈ വേദക്കാരോടാണ്. അപ്പൊ വേദക്കാരുടെ പുസ്തകമാണ് ഇതിനേക്കാളും അതോറിറ്റേറ്റീവ് എന്ന് വരുന്നു. രണ്ടാമത് ഈ കാലത്ത് ഈ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഗ്രന്ഥം വായിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ പിന്നോട്ട് വലിച്ചെറിയൽ, 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ് പിന്നോട്ട് വലിച്ചെറിഞ്ഞതെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് വരെയും പിന്നോട്ട് വലിച്ചെറിഞ്ഞിട്ടില്ല. അപ്പൊ അതുവരെയുള്ള ഈ മാനുസ്ക്രിപ്റ്റ്സ് എടുത്താല് നമുക്ക് അത് മുഹമ്മദ് നബി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമല്ലോ. അങ്ങനെയല്ലേ അത് വന്നിരിക്കുന്നത്. അതിന് മറുപടി എന്താണ്? പരിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 94-ാമത്തെ വചനത്തിൽ പറയുന്നത്, താങ്കൾക്ക് അവതരിപ്പിച്ചതിനെ കുറിച്ച് താങ്കൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ താങ്കൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആന്റെ ഒരു പൊതുവായൊരു ശൈലിയുണ്ട്. അത് ഖുർആനിന്റെ ദൈവികതയെ ഖുർആൻ സ്ഥാപിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള മുഴുവൻ ആളുകളോടും അതിന്റെ ആന്തരികമായ ദൈവികത ബോധ്യപ്പെടുമ്പോൾ തന്നെയും അത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ മറ്റ് തെളിവുകളെ ആശ്രയിക്കാൻ വേണ്ടി ഖുർആൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ തീർച്ചയായും വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദൈവികമാണോ പരിശുദ്ധ ഖുർആൻ, മുഹമ്മദ് നബിയുടെ ദൗത്യം ദൈവികമാണോ എന്ന് വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും.
അപ്പോ ആ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അവരോട് ചോദിച്ചു ഉറപ്പുവരുത്താവുന്നതാണ് ഇതിന്റെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട, അതേപോലെ തന്നെ ഖുർആാനിന്റെ ദൈവികതയുമായി ബന്ധപ്പെട്ട വേദപുസ്തകങ്ങളിലെ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അടുത്ത പ്രശ്നം ഉദിക്കുന്നു, അന്ന് വേദം അതേപോലെ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും അതേപോലെ നിലനിൽക്കുന്നുണ്ട് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അഥവാ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തോറ, ആ തോറ ഒരു പരിധിവരെ ഇപ്പോഴുമുള്ള പഞ്ചപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലായി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ പഞ്ചപുസ്തകത്തിലുള്ളതെല്ലാം തോറയല്ല, രണ്ടും വ്യത്യാസമുണ്ട്. പഞ്ചപുസ്തകത്തിലുള്ളതെല്ലാം തോറയല്ല, മറിച്ച് പഞ്ചപുസ്തകത്തിൽ പല സ്ഥലത്തും തോറയിൽ നിന്നുള്ള ഭാഗങ്ങളുണ്ടെന്ന് മാത്രമല്ല, ഈ ഭാഗങ്ങൾ ഒന്ന് കൂട്ടിയോജിപ്പിച്ചാൽ തോറ ഒരു പരിധിവരെ നമുക്ക് ലഭിക്കും. പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ആവർത്തന പുസ്തകത്തിലെ 22 മുതൽക്കുള്ള ഏതാനും അധ്യായങ്ങൾ പഴയ ആ ഏറ്റവും പുരാതന കാലഘട്ടത്തിലെ തോറ തന്നെയായിരുന്നു, തോറയുടെ ഭാഗം തന്നെയാണ് എന്ന്. എന്നാൽ പിൽക്കാലഘട്ടത്തിലെ പുരോഹിതന്മാരുടെ വചനങ്ങളും അതിൽ വന്നു. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന വെളിപാടുകളുടെ വെളിച്ചത്തിൽ തന്നെ പരിശോധിച്ചാൽ ആ വെളിപാടുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അഥവാ ഇപ്പോൾ ഉള്ള വേദഗ്രന്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്ത് മുഹമ്മദ് നബിയുടെ സന്ദേശം സത്യസന്ധമാണ് എന്നും പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നുമുള്ള വസ്തുത. ഈ രണ്ട് കാര്യങ്ങൾ, സുഹൃത്ത് ചോദിച്ച രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി ഇതാണ്. ഒന്ന്, ഒരിക്കലും സുപ്രീമസി പറയുകയല്ല, ഏതിനെങ്കിലും സുപ്രീം എന്നുള്ളതല്ല, മറിച്ച് ഇപ്പോ പരിശുദ്ധ ഖുർആൻ വിവരമുള്ളവരോട് ചോദിക്കാന്ന് പറയുന്നുണ്ട്. പല വിഷയങ്ങളും പറയുമ്പോൾ ആ വിവരമുള്ളവരോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ആ വിവരമുള്ളവർ എല്ലാ കാര്യങ്ങളിലും ഓതന്റിക് ആണെന്നല്ല. അക്കാലഘട്ടത്തിലെ വിവരമുള്ള ആളുകൾ, ശാസ്ത്ര കാര്യങ്ങളിൽ അക്കാലഘട്ടത്തിലെ ഭൗതിക വിഷയങ്ങളിൽ അറിവുള്ള ആളുകൾ, ആ അറിവുള്ള ആളുകൾ മതത്തിൽ വിവരമുള്ളവരായിക്കൊള്ളുന്നില്ല, ആരും ബഹുദൈവ വിശ്വാസികളായിരിക്കാം. പക്ഷേ ഈ പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം ശരിയോ എന്ന് ഭൗതികമായൊരു കാര്യത്തിലാണെങ്കിൽ, വേദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവരോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും, അതിന്റെ സത്യത ബോധ്യപ്പെടും. ഈ വേദത്തിന്റെ സത്യത ബോധ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേദഗ്രന്ഥത്തെ പരിശോധനാ വിധേയമാക്കുകയും ക്രിസ്തുവിന്റെ സന്ദേശം സ്വീകരിച്ച ആളായി അറിയപ്പെടുന്ന ആളുമായ വറഖത്ത് ബിൻ നൗഫലിനോട് റസൂലുള്ളാഹി പോവുകയും അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് ഈ കാര്യം, അഥവാ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ദൈവിക സന്ദേശം തന്നെയാണ് എന്ന് ബാഹ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിന് മനസ്സിലാകുന്ന രീതിയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം.